അപ്പോൾ ആശാമാരെ നമ്മക്കടെയൊക്കെ ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ ഈ പറങ്കോളക്കൊക്കെ നമ്മൾ ഗ്ലാസ് വെച്ച് പിടിപ്പിക്കലാണ്ടോ. അത് നമ്മൾ കളർ ചെയ്ത് കൊണ്ടുപോകാനാണ്. അപ്പോൾ ഗ്ലാസ് എല്ലാം 6mm ഗ്ലാസ് ഉണ്ട്. അതൊക്കെ ടെമ്പർ അടിച്ച് മനോനില തെറ്റി വന്നേക്കണേ. അപ്പോൾ ഇത് നമ്മൾ ഇത് 1, 2, 3, 4, 5, 6 അങ്ങനെ നമ്പർ ഇട്ടാണ്ട് എടുത്തേക്കണം. ഇതിൻ്റെ ഗ്യാപ്പ് അനുസരിച്ച്. അതുപോലെ നമ്മൾ ചെയ്യാൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഫില്ലറിൻ്റെ ഗ്യാപ്പുകൾ കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. എത്രയുണ്ടെന്ന് നോക്കിയിട്ട്. അപ്പോഴേ നമുക്ക് അത് കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ പഴയ ഫിറ്റിങ്സ് തന്നെ ഉണ്ടാ. ഇത് നമ്മൾ എപ്പോഴും ഇത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഒരെണ്ണത്തിന് 100 രൂപയുള്ളൂ. പൈസ കുറവ് അനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ 6mm ഗ്ലാസ് ആണ് ഇടുന്നത്. അപ്പോൾ ഒരു പാക്കിങ് നമ്മൾ കൊടുക്കണ്ട. ഇത് 8mm ഗ്ലാസ് മാത്രം ഉപയോഗിക്കാൻ പറ്റിയ കിടുതാപ്പാണ്ട. അതുകൊണ്ടാണ്. ഇനി നോക്കണ ഫിറ്റിങ്സ് 2 പീസാക്കിയിട്ട് നമ്മൾ ഗ്ലാസ് 6mm ഗ്ലാസ് ആണ്. അങ്ങനെ നടുക്കോട്ട് വെച്ചിട്ട് ആ എൽക്കി വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാ ഗ്ലാസും അതേപോലെ തന്നെ ക്ലാമ്പ് പിടിപ്പിച്ച് നിർത്തണം നല്ലത്. അപ്പോൾ നമുക്കിടെ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ചാൽ അടിച്ചടിച്ചാണ്ട് പോകട്ടെ. അപ്പോൾ നമുക്കിടെ പഴയ ശിഷ്യനെ നമ്മൾ അകത്തിരുത്തി മാർക്ക് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ അകത്ത് മാർക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലാസ് മേൽ വെറുതെ ഇങ്ങനെ ഒരു ക്യാച്ചർ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് പിടിക്കാനൊക്കെ എളുപ്പമാണ്. ക്യാച്ചറിനൊന്നും വലിയ പൈസയൊന്നും ഇല്ല കേട്ടോ. ആകെ 650 രൂപയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് പണി വളരെ എളുപ്പമാണ് ഈ ക്യാച്ചറിൻ്റെ. നമുക്കിടയ്ക്ക് മാർക്കിങ് ഇത്ര ഉള്ളൂ കേട്ടോ. അതായത് നമ്മൾ പുറത്തുനിന്ന് ഗ്ലാസ് വെച്ച് കൊടുക്കും. ശിഷ്യൻ 100 ഒക്കെ ഉള്ള പറങ്കോള കയ്യെത്തിച്ച് മാർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ സ്ക്രൂ അടിക്കുമ്പോൾ ഒരു കുരങ്ങ് സ്ക്രൂ അടിക്കണ പോലെ അടിക്കേണ്ടി വരും കേട്ടോ. അതാണ് നമ്മൾ തൂങ്ങിക്കിടന്ന് അടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ തുളയിലൊക്കെ നമ്മൾ 8mm ഗ്രിപ്പ് അടിച്ചായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ കടന്നൽ വന്ന് കൂട്ടി കളയും. അതേപോലെ തന്നെ നമ്മുടെ സ്ക്രൂ സ്റ്റെയിൻലെസ് സ്റ്റീലുണ്ടോ. അപ്പോൾ ഒരിക്കലും തുരുമ്പിച്ച് പോകില്ല. അപ്പോൾ ആശാനെ ഒരു ലൈക്ക് സഹായിക്കണേ. ഗ്ലാസ് ഒക്കെ അങ്ങോട്ട് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ചുറ്റും നമ്മുടെ സിലിക്കോൺ ഇട്ട് കീച്ചി കളയോട്ടാകുമ്പോൾ. അപ്പോൾ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞാണ് ശിഷ്യൻ ഗ്ലാസ് കൊണ്ടുവന്നത് കേട്ടോ. മുറുക്ക് അതാണ് നമുക്കിടെ പണി. നമ്മൾ അങ്ങോട്ട് വിസ്തരിച്ച് ഇന്നാണ് മുറുക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ശിഷ്യൻ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഗ്ലാസ് ഇങ്ങനെ പടപടാന്ന് എടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ആശാമാരെ നമുക്കിടെ ഇടപാടൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് സഹായിച്ച എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സഹായിക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്മളെ വിളിക്കാൻ മറക്കരുത് കേട്ടോ. लगे